ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പലർക്കും അറിയുന്നുണ്ടാവും, പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ചപ്പാത്തി, പൂരി, നാൻ, അതുപോലെ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളൂ. ഇത് ബട്ടർ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണല്ലോ, അപ്പോൾ ബട്ടറിൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഈ ബട്ടറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയല്ല, നമുക്കിതിനായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണല്ലോ, അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ എടുക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ എണ്ണയും ബട്ടറും നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഏകദേശം 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു 8 ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 8 എണ്ണം ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സവാള നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അധികം പുള്ളിയില്ലാത്ത അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. അപ്പോൾ ബട്ടറിൻ്റെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഈ ബട്ടർ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ചേർത്തിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടറും ഓയിലും ഏകദേശം ഒന്ന് ചൂടായി വന്നാൽ ഒരു ബേ ലീഫ് ചേർക്കാം. പിന്നെ 2 ഏലക്കായും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഏലക്കായും ബേ ലീഫും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും നന്നായി മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഈ മുളക് പൊടിയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മൾ നേരത്തെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ 3 വറ്റൽമുളകും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ മുളക് പൊടി മൂപ്പിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൽ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറ് കഴുകിയെടുത്തിട്ടുള്ള വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇത് നമുക്കിനി ലൂസാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഗ്രേവിക്ക് ചെറുതായിട്ടൊരു പച്ചമണം ഉണ്ടാവും ചെയ്യും. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മുതൽ 2.5 കപ്പ് വരെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ഗ്രേവിയുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഈ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ ഇതിൽ ആ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1.5 ടീസ്പൂൺ കസൂരിമേത്തിയും ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തി എന്ന് പറയുമ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും, ഉണങ്ങിയിട്ടുള്ള ഉലുവയുടെ ഇലയാണ്. ഇത് ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 200 ഗ്രാം ഫ്രോസൺ പനീറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഒരു 10 മിനിറ്റ് ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ പനീർ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പനീർ പെട്ടെന്ന് തന്നെ കുക്കായി വരും. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പനീർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു കറിയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഈ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്ന പനീർ മസാലയുടെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ ക്രീം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഈ ക്രീം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി ഇതിൽ നമുക്ക് കസൂരിമേത്തിയുടെ ഫ്ലേവർ കുറച്ചും കൂടി കൂടുതലായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ കസൂരിമേത്തി ചേർക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കാം. ഇനി അവസാനമായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കാം. പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി പനീർ ബട്ടർ മസാല റെഡിയായി. പിന്നെ പുറത്തുനിന്നൊക്കെ നമ്മളിത് കഴിക്കുമ്പോൾ അവരതിൽ കളറൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെയും പൂരിയുടെയും അതുപോലെ നാണിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി. പിന്നെ കുറച്ച് മധുരമുള്ളൊരു കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്